പരിപാടിയിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ ഇരുകാലികളായി പോകുന്ന പല മനുഷ്യരും അല്പനേരം കഴിയുമ്പോൾ നാൽക്കാലികളായി മാറുന്ന സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. മദ്യപാനമാണ് ഇതിന് പ്രധാനമായ ഒരു കാരണം. ഇന്നത്തെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിപത്താണ് മദ്യപാനം. എല്ലാ വിഭാഗം ജനങ്ങളും മദ്യപാനത്തിന് ഇന്ന് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. അപാലവൃദ്ധം ജനങ്ങൾ എന്ന് നമുക്ക് പറയാം. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവരും മദ്യപാനത്തിന് അടിമകളായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഒക്കേഷൻസിലും, അതായത് സന്തോഷമോ സമാധാനമോ നൽകുന്ന അല്ലെങ്കിൽ ദുഃഖം നൽകുന്ന അങ്ങനെയുള്ള എല്ലാ ഒക്കേഷൻസിലും മദ്യപാനം ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു അവസ്ഥയായി ഇന്നത്തെ സമൂഹത്തിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? പലപ്പോഴും പലരും വിചാരിക്കുന്നത് മദ്യം അല്പം അകത്ത് ചെന്നില്ലെങ്കിൽ അവർ തന്നെത്താനെ ചെറുതായി പോകുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊക്കെയാണ് അവർ ചിന്തിക്കാറുള്ളത്. പലപ്പോഴും മദ്യപന്മാർ പറയുന്ന പല കാരണങ്ങളുണ്ട്. അവരുടെ മദ്യപാനത്തിന് ഉപോത്ബലകമായിട്ട് അവർ പറയുന്ന ചില കാരണങ്ങൾ. ഒന്നാമത്, പല മദ്യപന്മാരും പറയുന്നുണ്ട് മദ്യം അല്പം ഉള്ളിൽ ചെന്നാൽ അവർക്ക് ധൈര്യം കിട്ടും എന്ന്. ഇത് തെറ്റായ ഒരു കാര്യമാണ്. ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു മദ്യപാനി മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്പം മദ്യം തറയിൽ വീണു. ഒരു എലി വന്ന് ആ മദ്യം അകത്താക്കി. മദ്യം ഉള്ളിൽ ചെന്ന ഉടനെ തന്നെ എലി രണ്ടു കാലം എഴുന്നേറ്റ് നിന്നിട്ട് ആക്രോശിച്ചു, എവിടെടാ പൂച്ച? ആ പൂച്ചയെ ഞാൻ കണ്ടാൽ അവനെ ഞാൻ കടിച്ചു തിന്നും. നോക്കണേ, ഒരു എലിയുടെ ധൈര്യം. ഇതൊരു ധൈര്യമാണോ? ഒരിക്കലുമല്ല. എലി വിചാരിക്കുന്നത് അതിന്റെ ധൈര്യമാണെന്നാണ്. നമുക്കറിയാം ഇത് സത്യസന്ധമായ ഒരു ധൈര്യമല്ല. എലിക്ക് ഒരു കാരണവശാലും പൂച്ചയെ കടിച്ചു തിന്നാൻ സാധ്യമല്ല. എന്നാൽ സുബോധം നഷ്ടപ്പെട്ട എലി അവന്റെ എന്തോ ജൽപ്പനങ്ങൾ പറയുന്നു എന്ന് മാത്രമാണ് നാം മനസ്സിലാക്കുന്നത്. ദൈവവചനം പറയുന്നുണ്ട് മദ്യം പാനം ചെയ്യുന്ന വ്യക്തിക്ക് സുബോധം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന കാര്യം. രണ്ടാമതായി പല മദ്യപന്മാരും പറയുന്ന ഒരു കാര്യം അവരുടെ വിഷമം ഇല്ലാതാകുന്നു എന്നാണ്. ഇതും തെറ്റായ കാര്യമാണ്. കാരണം വിഷമം എന്താണ്, സന്തോഷം എന്താണ് എന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നു എന്നതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. കാരണം ദൈവമായ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ സന്തോഷം, അതാണ് യഥാർത്ഥമായ സന്തോഷം. ലോകം തരുന്ന സന്തോഷമല്ല, ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്ന യഥാർത്ഥമായ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എല്ലാ വിഷമങ്ങളും നിഷ്പ്രയോജനങ്ങളായി പോകും, അല്ലെങ്കിൽ നിഷ്ഫലങ്ങളായി പോകും എന്ന് നമുക്കറിയാം. മദ്യപാനിയെ സമൂഹം എങ്ങനെയാണ് കാണുന്നത്? പലപ്പോഴും ഒരു അവജ്ഞയോടെയാണ് കാണുന്നതെന്നും അറിയാം. പല മദ്യപാനികളെയും കള്ളന്മാരോ അല്ലെങ്കിൽ കൊലപാതകികളോ അതേപോലെയുള്ള ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ നികൃഷ്ടമായ അവസ്ഥയിൽ പോലും സമൂഹം കണ്ടുവരുന്നുണ്ട്. അടുത്ത കുറെ നാളുകൾക്ക് മുൻപ് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എന്റെ അടുത്തിരുന്ന ഒരു മനുഷ്യനിൽ നിന്നും മദ്യത്തിന്റെ രൂക്ഷമായ ഗന്ധം അടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ വ്യക്തി ആരോട് ടെലിഫോണിൽ കൂടെ സംസാരിക്കുന്നത് കേട്ടു. അറിയാ, ഞാൻ 2 മാസമായി കൊടി നിർത്തിയിട്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അയാൾ പറയുന്നത് കള്ളമാണെന്ന്. 2 മാസം മുമ്പ് കുടിച്ച മദ്യത്തിന്റെ ഗന്ധമാണോ എനിക്ക് അനുഭവപ്പെടുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. എങ്ങനെയായിരുന്നാലും അല്പം മദ്യം ഉള്ളിൽ ചെന്നാൽ പോലും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. മദ്യപന്മാർ പറയുന്ന ചെറിയ ചെറിയ തെറ്റുകൾ പോലും വലിയ വലിയ തെറ്റുകളിലേക്കും വലിയ വലിയ പാപങ്ങളിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും മാറ്റപ്പെടും എന്നുള്ളതും ശരിയായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, മദ്യപാനം ഒരു വലിയ അടിമത്തമാണ്. ഈ അടിമത്തത്തിൽ നിന്നും വെളിയിൽ വരണമെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും? 3 കാര്യങ്ങൾ ഇതിന് വേണം. ഒന്നാമത്തെ കാര്യം, അവനവൻ തന്നെ മനസ്സ് വെക്കണം. രണ്ടാമത്തെ കാര്യം, സമൂഹം മനസ്സ് വെക്കണം. മൂന്നാമത്തെ കാര്യം, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. അവനവൻ തന്നെ മനസ്സ് വെക്കുമ്പോഴാണ് മദ്യപാനം അവസാനിപ്പിക്കുവാൻ
അല്ലെങ്കിൽ മദ്യപാനം എന്ന അടിമത്തത്തിൽ നിന്നും വെളിയിൽ വരുവാൻ സാധ്യമാകുന്ന ഒന്നാമത്തെ മാർഗം. പലർക്കും സംശയം തോന്നാം, മദ്യം എത്ര അളവിൽ കുടിക്കണം, അല്പം കുടിച്ചു കഴിഞ്ഞാൽ തെറ്റുണ്ടോ എന്ന്. ഒരിക്കൽ ഒരു പുരോഹിതന്റെ അടുക്കൽ വന്ന് ഒരു വ്യക്തി ചോദിച്ചു, ഞാൻ അല്പം മദ്യം കുടിച്ചാൽ അത് തെറ്റായി പോകുമോ എന്ന്. പുരോഹിതൻ മറുപടി പറഞ്ഞു, അല്പം വിഷം അകത്ത് ചെന്നാൽ അധികം വിഷമമാകും. അയാൾക്കൊന്നും മനസ്സിലായില്ല. പുരോഹിതൻ വീണ്ടും പറഞ്ഞു, അല്പം വിഷം അകത്ത് ചെന്നാൽ അധികം വിഷമമാകും. എന്നിട്ട് പുരോഹിതൻ അയാളോട് ഉപദേശിച്ചു, നീ ഈ മദ്യപാനത്തിന് മുടക്കുന്ന പൈസ ഉപയോഗിച്ച് നീ മുട്ട വാങ്ങി കഴിക്കുക. അങ്ങനെ നീ മുട്ട വാങ്ങി കഴിക്കുകയാണെങ്കിൽ നിനക്ക് ആരോഗ്യമെങ്കിലും ഉണ്ടാകും. എന്തായാലും 2 ദിവസത്തിന് ശേഷം മറ്റു മനുഷ്യർ കണ്ടത്, ഈ മുട്ടകളെല്ലാം കൂടെ വാങ്ങി കഴിച്ച് ഒരു 5 അടി ഉയരത്തില് കഴിച്ച മുട്ടകളുടെ എല്ലാം തോടിന്റെ മുകളിൽ അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു മനുഷ്യനെയാണ്. വിവേകമില്ലാതെ പെരുമാറുന്ന മനുഷ്യൻ അവൻ തന്നെ ചിന്തിക്കണം മദ്യപാനത്തിൽ നിന്ന് വെളിയിൽ വരുവാൻ. സമൂഹത്തിന് ഒരു വലിയ സ്ഥാനമുണ്ട് മദ്യപാനം അവസാനിപ്പിക്കുന്നതിന്. പലപ്പോഴും മറ്റ് മനുഷ്യരോട് സ്നേഹവും സന്തോഷവും അല്ലെങ്കിൽ സഹവർത്തിത്വവും കാണിക്കാതെ പോകുന്നത് കൊണ്ടാണ് മദ്യപാന്മാര് കൂടുതൽ ഉണ്ടാകുന്നതെന്ന് ഒരു പഠനം വെളിവാക്കിയിട്ടുണ്ട്. അല്ലാതെ ബാറുകൾ കൂടിപ്പോയത് കൊണ്ടല്ല മദ്യപാനം കൂടുന്നത് എന്നാണ് ആ പഠനം വെളിവാക്കുന്നത്. മൂന്നാമത്തെ കാര്യം നാം കണ്ടുകഴിഞ്ഞു. ദൈവത്തെ നാം കൂട്ടുപിടിക്കുമ്പോൾ, ദൈവത്തിന്റെ ശക്തി നമ്മളോട് കൂടെ ഉള്ളപ്പോൾ ദൈവത്തിന് മാത്രമേ നമ്മുടെ ഈ സമൂഹത്തിലെ മദ്യപാനം ഉൾപ്പെടെയുള്ള തിന്മകളെ അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നെ ഇപ്പോൾ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇന്നത്തെ ജോലിക്ക് വേണ്ടി പോകുന്നവരോ ജോലിയിൽ വ്യാപൃതരായവരോ ഒക്കെ ആവാം. പലരുടെയും മനസ്സിൽ മദ്യപാനത്തെ പറ്റിയുള്ള പല ധാരണകളും ഉണ്ടാവാം. അല്ലെങ്കിൽ ഓൾറെഡി പല തവണ മദ്യപാനം നിർത്തണമെന്ന് തീരുമാനങ്ങൾ എടുത്തവരുമാകാം. എന്നാൽ ആ തീരുമാനം പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടാവാം. എന്താണ് കാരണം? ദൈവം തമ്പുരാന്റെ സഹായം ഇല്ലാതെ പോയതുകൊണ്ട്. ദൈവത്താൽ മാത്രമാണ് മദ്യപാനമെന്ന ആ ദുഷിച്ച വിപത്തിൽ നിന്നും ആ അടിമത്തത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുവാൻ കഴിയുന്നത് എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം. കാരണം ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും എപ്പോഴും ആ സ്വഭാവം, ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല, മദ്യപാനമെന്ന വിപത്തിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ സർവശക്തനായ എന്റെ ദൈവത്തിന് കഴിയും എന്ന ഉത്തമ ബോധ്യം ഉണ്ടാവണം. കാരണം നാം നമുക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്, നമ്മുടെ വരും കാല തലമുറകൾക്ക് വേണ്ടിയാണ് നാം ജീവിക്കുന്നത്. നാം മദ്യപിച്ചു പോകുമ്പോൾ നാം മാത്രമല്ല ഇതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത്. നമ്മളുടെ കുട്ടികൾ അല്ലെങ്കിൽ മറ്റു തലമുറകൾ പലരും നമ്മെ മാതൃകയാക്കാൻ വേണ്ടി നോക്കുന്നവർ, അവർ നാം മൂലം ദുഷിച്ച മാതൃകകളിലേക്ക് വഴുതി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സ്നേഹമാകട്ടെ, ദൈവസ്നേഹമാകട്ടെ നമ്മുടെ മുദ്രാവാക്യമെന്ന് നാം ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മദ്യപാനമെന്ന ഈ വിപത്തിൽ നിന്നും നമുക്ക് തലയൂരിയെടുക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.